ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ വരമഹാലക്ഷ്മി വ്രതം ആണ്, ഫെസ്റ്റിവലാണ് അവരുടെ. അപ്പോൾ ഇന്ന് നമ്മൾ 3 വീടുകളിൽ പോകുന്നുണ്ട് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച്. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. ഞാൻ റെഡിയായി, ഇനി നമുക്ക് പോകാം. ഒരു രാവിലെ തുടങ്ങിയെങ്കിൽ എനിക്ക് 8 മണിയാകുമ്പോൾ നൈറ്റിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരെയും വീട്ടിൽ പോയിട്ട് ജസ്റ്റ് അവരുടെ പൂജയിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് വരാം. അപ്പം ഞാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം പോകുന്നത് വേദയുടെ വീട്ടിലാണ്. വേദ എന്നെ കൂടെ ഒപ്പം ജോയിൻ ചെയ്ത ആളാണ്, PSC തന്നെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വേദയുടെ വീട്ടിൽ വരുമ്പം നമ്മൾ കാണുന്നത് ആദ്യം തന്നെ ഷീലയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, കോൺട്രാക്ട് സ്റ്റാഫ്. അപ്പോൾ ഷീലയുടെ വീട്ടിലാണ് വേദ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഷീലയാണ് അവിടെ ഒബട്ടുണ്ടാക്കുന്നത്. ഒബട്ടാണ് ഇവിടുത്തെ ഈ കർണാടക സംസ്കാരം എല്ലാവരും നോടുಬೇಕಲ್ವಾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദാമാവ് കുഴച്ചിട്ട് കുറച്ച് ഓയിലി ആയിട്ട് കുഴയ്ക്കും, നമ്മൾ ബൂരിക്കൊക്കെ കുഴയ്ക്കുന്നതൊക്കെ. എന്നിട്ട് അതിനകത്ത് നമ്മുടെ സാമ്പാർ പരിപ്പ് വേവിച്ചിട്ട് അത് ശർക്കര പാനിയായിട്ട് കുഴച്ച് ഒരു ബോളാക്കി ഈ മൈദാമാവിനകത്ത് അകത്ത് വെച്ചിട്ട് പരത്തി ഉണ്ടാക്കുന്ന സാധനമാണ് ഒബട്ടെന്ന് പറയുന്നത്. അത് യുഗാദിക്കും വരമഹാലക്ഷ്മി വ്രതത്തിനും ഒക്കെ ഫേമസ് ആയി ഇവർ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നതാണ്. അതാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ വേദ എന്നെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പാള കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റാണ്. അപ്പോൾ അതിനകത്ത് 2-3 കൂട്ടം പല്ലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി കാണും, പിന്നെ ചോറ്, സാമ്പാർ, എന്തെങ്കിലും റൈസ് ഐറ്റംസൊക്കെ ഉണ്ടാവും. അതായിരുന്നു ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ പൂജാമുറി കാണാൻ പോയി. പൂജാമുറിയിൽ കൂടുതലും വിളക്ക് വെക്കുന്നത് സിൽവറിൻ്റെ വിളക്കുകളാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ദേവിയുടെ ഫേസിലും മഹാലക്ഷ്മിയുടെ ഫേസും സിൽവർ വെച്ചിട്ടുള്ള ഇതാണ് ചെയ്തേക്കുന്നത്, ഫേസാണ്. പിന്നെ അതേപോലെ നമ്മളിനി പൂജ ചെയ്യുകയാണ്. അവിടെ നമ്മൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെ വരമഹാലക്ഷ്മി രൂപത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്ന ഒരു വിശേഷപ്പെട്ട വ്രതമാണ് വരമഹാലക്ഷ്മി വ്രതം. ഈ ദിവസം പൂജയും പ്രാർത്ഥനകളും നടത്തി ദേവിയുടെ അനുഗ്രഹം തേടുന്നു. വേദയുടെ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് മാലിനിയുടെ വീടാണ്. മാലിനിയും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പം മാലിനിയുടെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കൂടെ രഘുവും ജിഷയും ഉണ്ട്. ജിഷയും എൻ്റെ കൂടെ തന്നെ ഇവിടെ ESCയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടാണ് മാലിനിയുടെ വീട്ടിൽ പോകുന്നത്. മാലിനിയുടെ വീട്ടിൽ നല്ല അടിപൊളി അലങ്കാരങ്ങളാണ്. അവിടെ കുറച്ചും കൂടി അധിക സിൽവറിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് അവർ പൂജ ചെയ്തേക്കുന്നത്. അതായത് ദേവിയുടെ ഫേസ് ചെയ്തിരിക്കുന്നത് സിൽവറിലാണ്, വിളക്കുകൾ സിൽവറാണ്, അതേപോലെ ആന സിൽവർ, പിന്നെ അതേപോലെ പശു ഒരു ഗോമാതാവുണ്ട്, അതും സിൽവറാണ്. പിന്നെ ഒരു തട്ടം, അതും സിൽവറായിരുന്നു. അപ്പോൾ അവിടെയും ഇതേപോലെ നല്ല മനോഹരം. മാലിനിയുടെ മകനാണ് ഈ ഒരു അലങ്കാരം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ അലങ്കാരം ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം കണ്ട് കുറേ സെൽഫിയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. മാലിനിയുടെ മോളാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് തിരികെയൊക്കെ ചെയ്തത്. അപ്പോൾ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ അവൾ ഒത്തിരി എടുത്തു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു. ഇതൊരു ഗ്യാപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നു. അല്ല, ആദ്യത്തെ വീട്ടിൽ പോയി കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഇലയിലാണ് ഭക്ഷണം ഇവിടെയും ആദ്യം ഒബട്ടും നെയ്യുമാണ് തന്നത്. അപ്പോൾ ഒബട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലെമൺ റൈസും ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വെജിറ്റബിൾ പുലാവ്, പിന്നെ ബജ്ജി, ഇതേപോലെ പല്ലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി, 1-2 മെഴുക്ക് പുരട്ടി. പിന്നെ ഇവിടെ കൂടുതലും ഫെസ്റ്റിവൽസിനൊക്കെ കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഉഴുന്ന് കുതിർത്തതിന് ശേഷം അതിനകത്ത് ക്യാരറ്റ്, പോമഗ്രാനൈറ്റ്, മല്ലിയില, ഉപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കാര്യം. ഇത് മാലിയുടെ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയം അവർ നമുക്ക് അതേപോലെ കുങ്കുമവും അതേപോലെ അർച്ചന വെച്ചാൽ ടെർമറിക്ക്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കിങ്ങനെ നെറ്റിയിലൊക്കെ തൊടാൻ തരും. അത് കഴിഞ്ഞ് കുറച്ച് ഫ്ലവർ തരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ട്. അത് പിന്നെ വള, ഇതിപ്പം വളയാണ്. നമുക്ക് നമ്മുടെ അളവിനുള്ള വള ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇടണം. മസ്റ്റായിട്ടും പൂജ കഴിഞ്ഞാൽ എല്ലാ ലേഡീസും ഇതേപോലെ വളയിടണം. അപ്പം നമുക്ക് ഓരോ വീടുകളിലും ഓരോ രീതി. ചിലർ നമുക്ക് വള കവറിൽ വെച്ച് തരും, ചിലർ ഇതേപോലെ നമുക്ക് അളവിനൊക്കെ ചൂസ് ചെയ്യാം. മലയുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലൊരു അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ
നേതാവാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയാണ്, ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുക്കും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുത്തു തരാനാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് സിൽവർ അല്ല, സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു ട്രേയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു തേങ്ങ, വെറ്റ, അടയ്ക്ക, കുങ്കുമം, പിന്നെ അർച്ചന, അങ്ങനെയുള്ള സാധനം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മാലിനിയുടെ പട്ടിയെ കണ്ടു. അത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അതിന് തൈറോയിഡാണ്, അതേപോലെ ഒരു സിസ്റ്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് സിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവൻ തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അമിതമായി വണ്ണം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ വിദ്യയുടെ വീട്ടിലോട്ട് പോയി. വിദ്യയും എന്നോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ഒരുപാട് വർഷമായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ESA തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. അപ്പോൾ അവളെ വീട്ടിൽ ചെന്ന്, അപ്പോൾ ജിഷ അവളുടെ വീട് കണ്ടിട്ടില്ല. ഞാൻ അവളുടെ വീട്ടിൽ ഹൗസ് വാമിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലും തന്നെ മനോഹരമായിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവൾ തന്നെയാണ് ഫുള്ള് ഡെക്കറേഷൻ മൊത്തം അവൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. ആ വിശേഷങ്ങളൊക്കെ അവൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. വെളുപ്പിന് 2:30-3 മണിവരെയൊക്കെ ഇരുന്നിട്ടാണ് അവളവിടെ പൂജയ്ക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തത്. നല്ലൊരു അടിപൊളി സാധനമാണ്. ഇതിനകത്ത് നമ്മളെ സകല ഗ്രോസറീസും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു അലമാര പോലെ ലോക്ക് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ പുറത്തിങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്നിട്ട് വൃത്തിയിടാവത്തില്ല. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം, അതിലൊന്നും കയറാതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കാം. അതെനിക്ക് തോന്നുന്നു നമ്മളെ മോഡുലാർ കിച്ചണിനകത്ത് വരുന്നതാണ്. നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു അത്. അതിൻ്റെ അകത്ത് ഇൻറ്റീരിയറാണ് ഭയങ്കര മനോഹരമായിട്ടാണ് അവൾ വീട് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. സാധാരണ ബാംഗ്ലൂർ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകൾ വളരെ കുറവാണ്. ഇവളുടെ വീട് നല്ല സ്പേഷ്യസ് ആണ്. നല്ല വലിയ ബെഡ്റൂമും അതിനകത്തൊരു ഊഞ്ഞാലും അതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം നല്ല അടിപൊളി നല്ല മനോഹരമായിട്ടാണ്. അങ്ങനെ പൂജയും പ്രാർത്ഥനയും നല്ല ഭക്ഷണവും ഒരുപാട് സംസാരവും ചിരിയും അങ്ങനെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു മനോഹരമായ ദിവസം. വരമഹാലക്ഷ്മിക്ക് നമ്മൾ വരുന്നത് അവർക്ക് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് അവർ പറയുന്നത്. ഇവളുടെ വീട്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും സെൽഫീസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അവളുടെ വീട്ടിലും ഇതേപോലെ ജോള റൊട്ടി എന്ന് പറയും, ജോള റൊട്ടിയാണത്. പിന്നെ പയറിൻ്റെ മെഴുക്ക് വരട്ടി, വഴുതനങ്ങ കറി, പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി, അതിനകത്ത് തൈര് ഒഴിച്ച് കഴിക്കണം എന്ന് അതിനൊരു പ്രത്യേക പേരുണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സെയിം ആസ് യൂഷ്വൽ അർച്ചന, കുങ്കുമം, ഫ്ലവറൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് തരുന്നതാണിത്. ഇതെല്ലാ വീടുകളിലും സെയിം തന്നെയാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പം സമയം 5:45. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ പൂജയ്ക്കൊക്കെ കഴിഞ്ഞു. പൂവൊക്കെ വെച്ച് പൂജയുടെ പൂവൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ചെത്തിയപ്പം കുറച്ച് സാധനങ്ങൾ കിട്ടി. അതായത് പൂജ കഴിയുമ്പം കിട്ടിയ കുറച്ച് സാധനങ്ങളാണ്. അത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ പോയപ്പോൾ ഈ കവറിനകത്ത് റിട്ടേൺ ഗിഫ്റ്റായിട്ട് വെറ്റയും പാക്കും, മഞ്ഞപ്പൊടി, കുങ്കുമം, പിന്നെ 2 ബാംഗിൾസ്, ഇതൊരു ചെറിയൊരു തട്ടം, ഒരു ബോക്സ്. ഇത് ഇത്രയാണ് അടുത്തുനിന്ന് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയത്. വേറെ സ്ഥലത്തു നിന്ന് തെങ്ങിൻകായും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂടെ തെങ്ങിൻകായും ഉണ്ട്. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ 2 പഴം, പൂവ്, വള, പിന്നെ ഇതേപോലെ അർച്ചന, കുങ്കുമം, തെങ്ങിൻകായ് അപ്പുറത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പം വിദ്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് രാത്രി നൈറ്റിന് കൊണ്ടുപോകാനായിട്ട് ഫുഡ് സഹിതം അവളെനിക്ക് പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. തെങ്ങിൻകായ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നതാണ് നമ്മുടെ തേങ്ങ സംഭവം. ഇത് മാലിനി തന്നതാണ്. ഒരു സ്റ്റീലിൻ്റെ തട്ടം, പിന്നെ അതേപോലെ ഒരു ട്രേ, തേങ്ങ, അർച്ചന, കുങ്കുമം, അതെല്ലാം ചേർത്തിട്ട് പിന്നെ വളയുണ്ടായിരുന്നു. നല്ല അടിപൊളി വളയായിരുന്നു. ഇതെല്ലാമാണ് കിട്ടിയത് റിട്ടേൺ ഗിഫ്റ്റായിട്ട്. ഇന്നത്തെ പൂജകൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ഓണർ വന്ന് വിളിച്ചു. അങ്ങനെ ഓണറിനെ കാണാൻ പോകുന്നതാണ്. ഇറങ്ങുന്ന വഴികളിലൊക്കെ വീടുകളിൽ ഇങ്ങനെ പൂജ ചെയ്തിട്ടുണ്ട്. ഇത് ഓണറിൻ്റെ വീട്ടിലെ പൂജയാണ്. പിന്നെ അവരുടെ വീട്ടിൽ പോയി അത് പൂജയൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വരമഹാലക്ഷ്മി വ്രതത്തിന് കർണാടകയിലെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.